അബുദാബി ചലച്ചിത്രമേളയിൽ ഇന്ന് നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. അവധി ദിനമായതിനാൽ ഒട്ടേറെ പേർ മേളയ്ക്കെത്തിയിരുന്നു. സൗണ്ട് ഓഫ് ദ ഈസി ടു മെൻ ഇൻ ടൗൺ, എ ഗേൾസ് വാക്സ് ഹോം, അലോൺ അറ്റ് നൈറ്റ് എന്നീ പ്രമുഖ ചിത്രങ്ങൾ നാളെ മേളയിൽ പ്രദർശിപ്പിക്കും. UAE-യിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും അബുദാബി മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. കുവൈത്തിൽ കാലാവസ്ഥ നവംബർ ആദ്യവാരം വരെ നിലവിലെ നില തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മഴ പ്രവചിക്കപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടാകാതെ നേരിയ പൊടിമയമായ അന്തരീക്ഷമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് നിന്നും നേരിയ ശീതക്കാറ്റും അടിച്ചു വീശുന്നുണ്ട്. ഇതുകാരണം അന്തരീക്ഷ ഊഷ്മാവിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയ അന്തരീക്ഷ ഊഷ്മാവ് 30 ഡിഗ്രിയും കുറഞ്ഞ ചൂട് 13 ഡിഗ്രിയുമാണ് രാജ്യത്തെ ഭൂരിപക്ഷ മേഖലകളിലും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഫോറം ഓഫ് കാർഡ് യൂസേഴ്സ് കുവൈറ്റ് 8ാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു. ഫോക്കസ് ഫെസ്റ്റ് 2014 എന്ന പേരിൽ നാളെ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പരിപാടി ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ഉദ്ഘാടനം ചെയ്യും. പ്രവർത്തകൻ തോമസ് കെ തോമസിനെ ചടങ്ങിൽ ആദരിക്കും. അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ, കലാഭവൻ നവാസ് അവതരിപ്പിക്കുന്ന നവാസ് ഷോ, ഗാനമേള തുടങ്ങിയവ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് സലീം രാജ്, സെക്രട്ടറി KB അനിൽ K മാത്യു, സലീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ബഹ്റൈൻ മുൻ MP അലി അഹമ്മദ് അൽ ദിറാസിയുടെ കാറുകൾക്കും വീടിനും നേരെ ആക്രമണം. ദിറാസ് ഏരിയയിൽ അദ്ദേഹത്തിന്റെ 2 കാറുകൾ അക്രമികൾ നശിപ്പിച്ചതായി നോർത്തേൺ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടർ ജനറൽ അലി അഹമ്മദ് അൽ ദിറാസി അറിയിച്ചു. പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയമലംഘനം നടത്തിയവർ മരിച്ചുവെന്ന് തെളിയുകയാണെങ്കിൽ അവർക്കുമേൽ ചുമത്തിയ പിഴ റദ്ദാക്കുമെന്ന് ദുബായ് പോലീസിന്റെ ട്രാഫിക് വിഭാഗം അറിയിച്ചു. മാനുഷിക വശം പരിഗണിച്ചാണ് തീരുമാനമെന്ന് ദുബായ് പോലീസിന്റെ ട്രാഫിക് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും പിഴ റദ്ദാക്കൽ നടപടി. വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓടിച്ചാളുടെ പേരിൽ തന്നെയാകണമെന്നതാണ് ഇതിൽ പ്രധാനം. നിയമലംഘനം നടത്തിയത് ഇയാൾ തന്നെയാണെന്നതിനും തെളിവുണ്ടാകണം. നാളെ ഹിജ്റ പുതുവത്സര ദിനം. ഇന്ന് ദുൽഹജ് 30 പൂർത്തിയാക്കി നാളെ മുഹറം 1 ആയിരിക്കുമെന്ന് ഒമാൻ മതകാര്യ മന്ത്രാലയം അറിയിച്ചു. 1436 ഹിജ്റ വർഷത്തിനാണ് നാളെ തുടക്കമാകുന്നത്. പുതുവർഷം പ്രമാണിച്ച് മറ്റന്നാളും ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയും അനുചരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത കാലം മുതലാണ് ഹിജ്റ വർഷം കണക്കാക്കുന്നത്. ADBക്ക് ബദലായി ചൈന പുതിയ ബാങ്ക് രൂപീകരിച്ചു. വികസ്വര രാജ്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വായ്പ നൽകുകയാണ് ലക്ഷ്യം. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പേരിട്ട ബാങ്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ 21 രാജ്യങ്ങൾ പങ്കെടുത്തു. ലോകബാങ്ക്, ADB, IMF എന്നിവയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ചൈന പുതിയ ബാങ്ക് രൂപീകരിച്ചത്. വികസ്വര രാജ്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വായ്പ നൽകുകയാണ് ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 50% ഓഹരിയും ചൈനയുടേതാണ്. ഇന്ത്യ ഉൾപ്പെടെ 21 ഏഷ്യൻ രാജ്യങ്ങൾ ഇതിനോടകം ബാങ്കുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ബീജിംഗിൽ ഇന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഈ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. എന്നാൽ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ചൈന ബാങ്ക് രൂപീകരിച്ചതിനെ ആശങ്കയോടെയാണ് അമേരിക്ക കാണുന്നത്. US സെക്രട്ടറി ജോൺ കെറിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് AIIB ബാങ്കുമായി കരാർ ഒപ്പിടുന്നതിൽ നിന്ന് ഓസ്ട്രേലിയ വിട്ടുനിന്നത് എന്നാണ് റിപ്പോർട്ട്. ബാങ്ക് രൂപീകരണത്തിനെതിരെ അമേരിക്ക രംഗത്ത് വന്നതോടെ സാമ്പത്തിക രംഗത്ത് ചൈനയും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഖത്തറിൽ ഒരാൾക്ക് കൂടി കൊറോണ വൈറസ് ബാധയേറ്റതായി സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത് അറിയിച്ചു. 48-കാരനായ സ്വദേശി പൗരനെ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മേഖലയിൽ MERS രോഗം കണ്ടെത്തിയ ശേഷം ഇതുവരെ 11 കേസുകളാണ് ഖത്തറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. ഖത്തറിൽ വീണ്ടും കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഒട്ടകങ്ങളിൽ നിന്ന് ദൂരം പാലിക്കണമെന്ന് ആരോഗ്യ കൗൺസിലിന്റെ മുന്നറിയിപ്പ്. 10 ദിവസത്തിനകം 2 പേർക്കാണ് ഖത്തറിൽ രോഗബാധ കണ്ടെത്തിയത്. ഒട്ടകങ്ങളുമായി ഇടപഴകേണ്ടി വരുന്നവർ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച മുൻകരുതലുകൾ പാലിക്കണമെന്നാണ് സുപ്രീം ഹെൽത്ത് കൗൺസിൽ ആവശ്യപ്പെടുന്നത്. മൃഗവളർത്തു കേന്ദ്രങ്ങളിലും അറവുശാലകളിലും ജോലി ചെയ്യുന്നവർ മാസ്ക്, ഗ്ലൗസ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കണം. ഇതിനു പുറമെ കൈകാലുകൾ വൃത്തിയായി കഴുകി അണുവിമുക്തമാക്കാനും ശ്രദ്ധിക്കണമെന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൃത്തിഹീനമായ പ്രദേശങ്ങളിൽ ഇടപഴകുന്നവർക്കും രോഗബാധയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഒട്ടകത്തിന്റെ മാംസവും പാലും ഉപയോഗിക്കുന്നതിനും നിയന്ത്രണങ്ങൾ വേണമെന്നാണ് ആരോഗ്യ കൗൺസിലിന്റെ തീരുമാനം. ശരീരത്തിൽ അമിതമായ ചൂട്, ശ്വാസതടസ്സം, ഛർദി എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്നും മുന്നറിയിപ്പുണ്ട്. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനും വിവരങ്ങൾ കൈമാറാനുമായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിച്ച സ്വദേശി പൗരനായ 48-കാരനടക്കം 10 ദിവസത്തിനകം 2 കേസുകളാണ് ഖത്തറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ബഹ്റൈന്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയറിന്റെ പുതിയ സെയിൽസ് ഓഫീസ് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് തുറന്നു. ഗൾഫ് എയറിന്റെ ഇന്ത്യയിലെ ചുമതല വഹിക്കുന്ന മാനേജർ ഹുസൈൻ അബ്ദുറഹ്മാൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജനറൽ മാനേജർ കൃഷ്ണകുമാർ സംബന്ധിച്ചു. ബുക്കിംഗും സെയിൽസ് സേവനങ്ങളും നൽകുന്നതിനായി ഏറ്റവും പുതിയ സാങ്കേതികവിദ്യാ സംവിധാനങ്ങളാണ് ഓഫീസിൽ ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ 5 നഗരങ്ങളിലേക്ക് ഗൾഫ് എയർ സർവീസ് നടത്തുന്നുണ്ട്. ഇന്ത്യൻ സെക്ടറിൽ സാന്നിധ്യം ശക്തമാക്കാനാണ് ഗൾഫ് എയറിന്റെ തീരുമാനം. മാതൃരാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രക്രിയയിൽ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായി സൗദിയിൽ രൂപീകരിച്ച പ്രവാസി സാംസ്കാരിക വേദിയുടെ ജിദ്ദ കമ്മിറ്റി നിലവിൽ വന്നു. പൊതുസമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നെത്തിയ 100 കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം ജനറൽ സെക്രട്ടറി കെ അംബുജാക്ഷൻ പ്രവാസി സാംസ്കാരിക വേദിയുടെ ജിദ്ദ ഘടകത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സൗദിയിലെ ഘടകമായ പ്രവാസി സാംസ്കാരിക വേദി പ്രവാസി സമൂഹത്തെ എല്ലാവിധ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കാൻ പോരാട്ടം നടത്തുമെന്ന് കെ അംബുജാക്ഷൻ പറഞ്ഞു. പ്രവാസി സമൂഹത്തിന്റെ പണമില്ലായിരുന്നുവെങ്കിൽ കേരളം നിലനിൽക്കുമായിരുന്നില്ല. അവർക്ക് സാമൂഹ്യ സുരക്ഷ കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ നിർബന്ധ ബാധ്യതയാണ്. നിരവധി പ്രശ്നങ്ങളുടെ ചുഴിയിൽ അകപ്പെട്ട പ്രവാസി സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി പ്രവാസി സാംസ്കാരിക വേദി രൂപീകരിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനാണ് രാഷ്ട്രീയ പാർട്ടികളടക്കം ശ്രമിക്കുന്നത്. എന്നാൽ പ്രവാസി സാംസ്കാരിക വേദി അത്തരം ചൂഷണങ്ങൾക്കെതിരാണ്. തിരിച്ചുചെല്ലുന്ന പ്രവാസിയുടെ പുനരധിവാസത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്കണ്ഠയില്ല. വെൽഫെയർ പാർട്ടി പ്രവാസികളെ സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ മടിശീല പിടിച്ചു പറിക്കാനല്ല, പണം പിരിക്കാനല്ല. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പണമല്ല, നേരെ മറിച്ച് പ്രവാസി മനുഷ്യനാണ്, അവൻ പൗരനാണ്, അവന് മനുഷ്യാവകാശമുണ്ട്. കുവൈത്ത്, ഖത്തർ എന്നിവിടങ്ങളിൽ വേദിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതായും ഇതിനകം തന്നെ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലായി സൗദിയിലെ റിയാദ്, ദമാം, ജുബൈൽ എന്നിവിടങ്ങളിലും വേദിയുടെ ഘടകങ്ങൾ നിലവിൽ വന്നു. ജിദ്ദ ഘടകത്തിന്റെ പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ജിദ്ദ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഉസ്മാൻ പാണ്ടിക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രവാസി സാംസ്കാരിക വേദി അഗ്ര സൗദി ചീഫ് കോർഡിനേറ്റർ റഹ്മത്ത് തിരുത്തിയോട് സംസാരിച്ചു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷാജഹാൻ തിരുവനന്തപുരം പ്രവാസി സാംസ്കാരിക വേദിയുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഖലീലുർ റഹ്മാൻ പാലോട് സ്വാഗതവും കെ എം അബ്ദുറഹീം നന്ദിയും പറഞ്ഞു. മീഡിയ 1, ജിദ്ദ. കഴിഞ്ഞ ദിവസം അന്തരിച്ച ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി മുൻ അമീറും സമുന്നത നേതാവുമായിരുന്ന പ്രഥ ഗുലാം അസം മുസ്ലിം സമൂഹം ഭിന്നിക്കരുതെന്ന് ആഗ്രഹിച്ച നേതാവായിരുന്നുവെന്ന് ലോക ഇസ്ലാമിക പണ്ഡിത സഭ അധ്യക്ഷൻ ഡോക്ടർ യൂസുഫുൽ ഖർദാവി അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് വിഭജിക്കപ്പെട്ടാൽ മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിക്കുമെന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് അദ്ദേഹമെന്നും ഖർദാവി വ്യക്തമാക്കി. ഇന്നലെ ജയിലിൽ വെച്ച് മരണമടഞ്ഞ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി മുൻ അമീറും സമുന്നത നേതാവുമായിരുന്ന ഗുലാം അസ്മിന്റെ മയ്യത്ത് സംസ്കാരം ദോഹയിൽ നടന്നു. ഖത്തറിലെ ഹരീജ് കുലൈബിലെ ഐഷ ബിൻ അബീബക്കർ പള്ളിയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സഭ അധ്യക്ഷൻ ഡോക്ടർ യൂസുഫുൽ ഖർദാവിയാണ് നേതൃത്വം നൽകിയത്. 2015 അവസാനത്തോടെ എബോളയെ നേരിടാനുള്ള വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 1 ദശലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. എബോളയെ നേരിടാനുള്ള വാക്സിനുകൾ വികസിപ്പിച്ച് 1 ദശലക്ഷം വാക്സിൻ ഡോസുകൾ അടുത്ത വർഷാവസാനത്തോടെ ഉത്പാദിപ്പിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ലോകാരോഗ്യ സംഘടന അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മാരി പൗലെക്കീനിയാണ് ഇക്കാര്യം അറിയിച്ചത്. 2015 പകുതിയോടെ വാക്സിൻ തയ്യാറാക്കി തുടങ്ങും. ഇത് ദക്ഷിണാഫ്രിക്കയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കൈമാറും. വാക്സിനുകൾ വികസിപ്പിക്കാനും കൈമാറാനും ലോകാരോഗ്യ സംഘടനയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയില്ല. അതേസമയം വാക്സിൻ എബോള ബാധ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യയല്ലെന്നും ഫലപ്രദമാണെന്ന് ബോധ്യപ്പെട്ടാൽ വാക്സിനുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമെന്നും മാരി പൗലെ കൂട്ടിച്ചേർത്തു. അതിനിടെ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ഡോക്ടർക്കും മാലിയിലെ ഒരു പെൺകുട്ടിക്കും എബോള ബാധ സ്ഥിരീകരിച്ചു. മാലിയിലേക്ക് വിദഗ്ധരെ അയച്ചതായും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ 4877 പേരാണ് ഇതിനകം എബോള ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വരെ 9936 പേർക്കാണ് എബോള ബാധ സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ബഹ്റൈനിൽ തെരഞ്ഞെടുപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഒരാൾക്കെതിരെ നടപടിയെടുത്തു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ സുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്ന രൂപത്തിൽ പ്രചാരണം നടത്തിയ രാജ്യത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയെ ചോദ്യം ചെയ്തതായി അഡ്വക്കേറ്റ് ജനറൽ നൈഫ് യൂസുഫ് അറിയിച്ചു. തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുതാര്യമല്ലെന്ന ആരോപണം പ്രതി ഉന്നയിച്ചത്. സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പണം നൽകിയിട്ടുണ്ടെന്നും ഇയാൾ ട്വിറ്ററിൽ കുറിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ ആരോപണത്തിന്
അടിസ്ഥാനമായ ഒരു തെളിവും ഉന്നയിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് ഉന്നത സമിതി ചെയർമാൻ എന്ന നിലയ്ക്ക് നീതിന്യായ ഇസ്ലാമിക കാര്യ ഔഖഫ് മന്ത്രി നൽകിയ പരാതി പ്രകാരമാണ് പ്രതിയെ ചോദ്യം ചെയ്തതെന്നും അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി. അനാശാസ്യം ആരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ കോഴിക്കോട്ടെ കോഫി ഷോപ്പ് അടിച്ചു തകർത്തതിനെ ന്യായീകരിച്ച് BJP രംഗത്തെത്തി. അക്രമം ഹോട്ടൽ ഉടമയും ജീവനക്കാരും പ്രകോപനം സൃഷ്ടിച്ചത് കൊണ്ടാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ്. എന്നാൽ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഹോട്ടൽ ആക്രമിച്ചതെന്ന് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ ചെന്ന പ്രവർത്തകരെ ഹോട്ടൽ ഉടമയും തൊഴിലാളികളും കയ്യേറ്റം ചെയ്യുകയും അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. രഘുനാഥിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നതാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രകടനമായെത്തിയ സംഘം നേരെ കോഫി ഷോപ്പ് അടിച്ചു തകർക്കുകയാണ് ഉണ്ടായത്. യുവമോർച്ചയുടെ നടപടി സദാചാര പോലീസിംഗ് ആണെന്ന് വിമർശനമുയർന്നതോടെ വിശദീകരണവുമായി രംഗത്തെത്താൻ BJP നിർബന്ധിക്കപ്പെടുകയായിരുന്നു. നടക്കാവ് CI ആണ് കേസ് അന്വേഷിക്കുന്നത്. പ്രകാശ് ബാബു അടക്കമുള്ള 3 അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അക്രമം നടന്ന കോഫി ഷോപ്പ് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ പ്രവർത്തനം പുനരാരംഭിച്ചു. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്. കോതമംഗലത്ത് വടാട്ടുപാറ പലവൻപടി വനത്തിലെ വാരിക്കുഴിയിൽ വീണ കാട്ടാനക്കുട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി. വാരിക്കുഴിയുടെ വശങ്ങൾ ഇടിച്ചു നിരത്തിയാണ് ആനക്കുട്ടിയെ കരക്കെത്തിച്ചത്. ഇന്നലെ രാത്രിയാണ് കുട്ടിക്കൊമ്പൻ തള്ളയാനയ്ക്കൊപ്പം വാരിക്കുഴിയിൽ വീണത്. ഇന്നലെ രാത്രിയാണ് ഏകദേശം 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിക്കൊമ്പനും തള്ളയാനയും വാരിക്കുഴിയിൽ വീണത്. തള്ളയാന പുലർച്ചെയോടെ തനിയെ കയറിപ്പോയെങ്കിലും കുട്ടിക്കൊമ്പൻ കരകയറാനാവാതെ വാരിക്കുഴിയിൽ അകപ്പെട്ടു. ആനക്കൂട്ടത്തിന്റെ അലർച്ച കേട്ട് സംശയം തോന്നിയ വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴാണ് വാരിക്കുഴിയിൽ വീണ ആനക്കുട്ടിയെ കണ്ടത്. വാരിക്കുഴിയിൽ നിന്ന് പുറത്തുകടക്കാൻ പഠിച്ച പണി 18 നോക്കിയെങ്കിലും കുട്ടിക്കൊമ്പന് കരകയറാനായില്ല. പിന്നെ ആശയേറ്റ് വാരിക്കുഴിയിലെ വിളയാട്ടം. പിന്നീട് വനപാലകരുടെ ഊഴമായി. വാരിക്കുഴിയുടെ വശങ്ങൾ ഇടിച്ചു നിരത്തി അവരവന് വഴികാട്ടി. വനപാലകർ ഒരുക്കിയ വഴിയിലൂടെ അള്ളിപ്പിടിച്ച് കരകയറി കുട്ടിക്കൊമ്പൻ തന്റെ രക്ഷകർക്ക് മുമ്പിൽ വിനയാന്വിതനായി. ിലെ വന്യജീവി നിയമം പ്രാബല്യത്തിലായതോടെ വാരിക്കുഴി ഉപയോഗിച്ചുള്ള ആനപ്പിടുത്തം ഉപേക്ഷിച്ചെങ്കിലും ഇപ്പോഴും ഇതുപോലുള്ള 50ഓളം കുഴികൾ ഈ ഭാഗത്തുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മീഡിയ 1, കൊച്ചി. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ഇന്നത്തെ സ്വർണ്ണവില. Shamanur Gold, #1. Believe in gold. Invest in gold.